അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം സമാഗതമാകാനിരിക്കുകയാണ്. ഇന്ന് ദുൽഖഅദ 29 ഞായറാഴ്ച. ഇന്ന് മാസപ്പിറവി ദൃശ്യമാകുകയാണെങ്കിൽ തീർച്ചയായും തിങ്കളാഴ്ച നാളെയായിരിക്കും ദുൽഹിജ്ജ 1 ഇനി മാസപ്പിറവി ദൃശ്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ദുൽഖഅദ 30 തിങ്കളാഴ്ച പൂർത്തിയായിട്ട് ചൊവ്വാഴ്ചയായിരിക്കും ദുൽഹിജ്ജ 1 അപ്പോൾ തിങ്കളോ ചൊവ്വയോ ആയിരിക്കും ദുൽഹിജ്ജ ഉണ്ടായിരിക്കുക. ഇന്ന് മാസപ്പിറവി ദൃശ്യമാകുകയാണെങ്കിൽ നാളെയായിരിക്കും, അല്ലെങ്കിൽ 30 പൂർത്തിയാക്കി മറ്റന്നാളായിരിക്കും. ദുൽഹിജ്ജ മാസത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ പവിത്രമേറിയ ദിനങ്ങളിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനിരിക്കുന്നത്. പല കാരണങ്ങളാലും വളരെയധികം പ്രാധാന്യമേറിയ പവിത്രമേറിയ ദിനങ്ങളാണ് ദുൽഹിജ്ജ മാസം സമാഗതമാകുന്നതിലൂടെ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള രാത്രി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ പറയാൻ സാധിക്കും അത് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയാണെന്ന്. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്നുള്ളത് 27-ാം രാവാണോ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള രാത്രി. എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള പകൽ ഏതാണെന്നറിയോ? ഞാൻ പലപ്പോഴും ദുൽഹിജ്ജ മാസമാകുമ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത് പറയാറുണ്ട്, അറിയുന്നവരൊന്ന് എഴുതി അറിയിക്കുക. പകലിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഏത് പകലിനാണെന്ന്. റമളാനിൻ്റെ പകലിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് വരുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നമ്മൾ പരിഗണിക്കേണ്ട വളരെ പവിത്രമേറിയ, നമുക്ക് നഷ്ടപ്പെടരുത് എന്ന് നാം മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് നിങ്ങളിതൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാനും സാധിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമാകുന്നതോടുകൂടെ വളരെ പവിത്രമേറിയ ചില വിഷയങ്ങളിലേക്കും ചില അമലുകളിലേക്കൊക്കെയാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. പല കാരണങ്ങളാലും അങ്ങേയറ്റം പ്രാധാന്യമേറിയ ഒരു മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളെന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒന്നാമതായി നമുക്കൊക്കെ അറിയാം, യുദ്ധം ഹറാമാക്കപ്പെട്ട പരിശുദ്ധമായ മാസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ മാസം എന്നുള്ളത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ലോകത്ത് തുല്യതയില്ലാത്ത 10 ദിവസങ്ങളാകുന്നു എന്ന് ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. തുല്യതയില്ലാത്ത മറ്റു ദിവസങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇത്രമേൽ പവിത്രതയും മഹത്വവുമുള്ള മറ്റു ദിവസങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന് അഇമ്മത്ത് ഇമാമുമാർ നമ്മെ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാമിൻ അയ്യാമിൻ, ഒരു ദിവസവും ഇല്ല കേട്ടോ, ഒരു ദിവസങ്ങളേ ഇല്ല, ഒരു ദിവസവുമില്ല, അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ്, ആ ദിവസങ്ങളിൽ അമലുകൾ ചെയ്യുന്നത് അത്രമേൽ അള്ളാഹുവിന് ഇഷ്ടമാണ്, അങ്ങനെയുള്ള ഒരു ദിവസവുമില്ല. മിൻ ഹാദിഹിൽ അയ്യാമിൽ ആഷിർ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെക്കാളും പവിത്രതയേറിയ മഹത്വമേറിയ മറ്റു ദിവസങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമായുള്ളതായിട്ടില്ല എന്ന് സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, വലൽ ജിഹാദു ഫി സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനും അതിനേക്കാളും പവിത്രതയുണ്ടോ? ഈ 10 ദിവസങ്ങളിൽ അമൽ ചെയ്യുന്ന ആ അമലുകൾ ഇതിനേക്കാളും പവിത്രതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ ജിഹാദു ഫി സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന, ജിഹാദ് ചെയ്യുന്ന, ധർമ്മസമരം നടത്തുന്നതിനേക്കാളും പവിത്രതയുണ്ട് ഈ ദിവസത്തിൽ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിനെ എന്ന് മനസ്സിലാക്കുമ്പോൾ വരാനിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രതയെ മനസ്സിലാക്കാതെ നഷ്ടപ്പെടുത്തി കളയല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ഒരു വിഭാഗം ആളുകൾ അതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. അതാരാണെന്നറിയോ? ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ മിൻ ദാലിക ബിശൈഅ. ഒരാളൊഴികെ, ഒരു വിഭാഗം ആളുകളൊഴികെ അവരവരുടെ ശരീരവും സമ്പത്തുമെല്ലാം ചെലവഴിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയിട്ട് അവർ ആ യുദ്ധഭൂമിയിൽ വെച്ച് ഷഹീദായിട്ടാണ് പിന്നീട് അവർ മടങ്ങി വരുന്നില്ല, ഷഹീദായിപ്പോയി. എന്നാൽ അവരിതിൽ നിന്നൊഴിവാണ്. അപ്പം നിങ്ങൾ നോക്കൂ, ഒരാൾ ധർമ്മസമരം നടത്തുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 10 ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നതിന്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്, നോമ്പനുഷ്ഠിക്കുന്നതിന്, അമലുകൾ ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ അത്രയും പവിത്രതയേറിയത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്ത് പറയാൻ പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്തി. അതിൽ ഈ 10 ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞതായി കാണാം. വൽ ഫജ്ർ വലയാലിൻ അഷ്ർ. ദുൽഹിജ്ജയിലെ 10 രാത്രികളെ തന്നെയാണ്, 10 പത്തുകളെ തന്നെയാണ് സത്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അത്രമേൽ പവിത്രമേറിയ ദിവസങ്ങളായതുകൊണ്ടാണത്. ഈ 10 ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതൊരേ സമയം ഹജ്ജിൻ്റെയും നോമ്പിൻ്റെയും സ്വതക്കയുടെയും ദിവസങ്ങളാകുന്നു എന്നുള്ളതാണ്. ദുൽഹിജ്ജ മാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവിത്രത എന്ന് പറയുന്നത് ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളും കൂടെ ഒരുമിച്ച് കൂടി വരുന്ന പവിത്രമേറിയ ഒരു മാസവും കൂടിയാണ് ദുൽഹിജ്ജ മാസം. നിങ്ങളൊന്ന് നോക്കൂ, ദുൽഹിജ്ജ അല്ലാത്ത മാസങ്ങളിൽ നമുക്ക് ഏത് അമലുകളും ചെയ്യാം, അല്ലേ? എല്ലാ അമലുകളും ചെയ്യാം. പക്ഷേ അവിടെയൊന്നും ഹജ്ജ് എന്ന് പറയുന്ന പവിത്രമേറിയ കർമ്മം നമുക്ക് ചെയ്യാനുള്ള അവസരമില്ല. പക്ഷെ ദുൽഹിജ്ജയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മം ഉൾപ്പെടെയുള്ള ദീനിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിക്കുന്ന മാസമാണ് പവിത്രമേറിയ ദുൽഹിജ്ജ മാസം. ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ എല്ലാവർക്കും അറിയാം. ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട അമലുകളൊക്കെ നടക്കുന്നത്, ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ യാത്ര പോയിരിക്കുകയാണ്, അവരോട് എത്തിയിരിക്കുകയാണ്, കർമ്മങ്ങളിലേക്കൊക്കെ തയ്യാറെടുപ്പുകളിലാണ്. അള്ളാഹു അവരുടെയൊക്കെ എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ. സാധുക്കളായ നമ്മയും പരിശുദ്ധമായ ഹജ്ജ് ഉംറയെ നിർവഹിക്കാൻ, ആ പുണ്യഭൂമികളിലേക്ക് എത്താനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങൾ നോമ്പിൻ്റെ ദിവസങ്ങളുമാകുന്നു എന്നുള്ളതാണ്. അറഫ ദിനം മാത്രമല്ല നോമ്പെടുക്കേണ്ടത്. അറഫ ദിനത്തിൻ്റെ നോമ്പിനൊരു പ്രത്യേകതയുണ്ട്, മറ്റൊരു നോമ്പിനുമില്ലാത്തൊരു പ്രത്യേകത അറഫയുടെ നോമ്പിനുണ്ട്. നമ്മളെല്ലാ വർഷവും അത് പറയാറുണ്ട്. ഓർമ്മയുള്ളവരൊക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും. ഞാൻ കഴിയുന്ന സമയങ്ങളിലൊക്കെ മറ്റു വീഡിയോസുകളിലൊക്കെ പറയാൻ ശ്രമിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നോമ്പിൻ്റെ സമയവും കൂടെയാണ്. ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താകുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവിടുത്തെ പത്നിമാർ പറയുന്നതായിട്ട് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു തിസ്അ ദിൽഹിജ്ജ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജയിലെ 9 ദിവസങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. കാന എന്നുള്ള പദം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അവിടെ അത് നബിതങ്ങളുടെ ആദത്തിനെ സൂചിപ്പിക്കുന്നു. നബിതങ്ങൾക്ക് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജയിൽ 9 ദിവസവും നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരാണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ സ്വതക്കയുടെ ദിവസവുമാണ്. ഹറമിലും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഉളുഹിയ്യത്ത് അറുക്കുന്ന ദിവസങ്ങളാണ്. ഉളുഹിയ്യത്തും അത് സുന്നത്തായ ദാനധർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠതയാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ഉളുഹിയ്യത്ത് കർമ്മം, അത് ഹനഫി മദ്ഹബിലൊക്കെ ഉളുഹിയ്യത്ത് അറുക്കൽ അത് വാജിബാണ്. അപ്പോൾ നമ്മൾ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഉളുഹിയ്യത്ത് അറുക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ നമ്മൾ ഉളുഹിയ്യത്ത് അറുക്കണം. ഓക്കെ, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും സൗകര്യമുണ്ടായിട്ട് ഉളുഹിയ്യത്ത് അറുക്കാതിരിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളുടെ നമ്മുടെ നിസ്കാരങ്ങളിലേക്ക് പോലും പ്രവേശിക്കരുത്, അവരിങ്ങോട്ട് അടുത്തു പോകരുത് എന്നൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉളുഹിയ്യത്തിൻ്റെ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അതവർക്ക് ശക്തിയുള്ള സുന്നത്താണ്. അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് ഇത് കേൾക്കുന്നവർ ആ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് കൊടുക്കുകയും വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ ദഖലത്തിൽ അശ്ർ,
വ അറാദ അഹദുക്കും അൻ യുളഹിയ ഫലാ യമസ്സ മിൻ ഷഅരിഹി വബശരിഹി ഷൈഅ. ഉദ്ഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ പാലിക്കേണ്ട ചില പ്രധാനപ്പെട്ട ആദാബുകളും കാര്യങ്ങളൊക്കെയുണ്ട്. അവർ ശരീരത്തിൽ നിന്ന് രോമങ്ങൾ പോലെയുള്ളതൊന്നും നീക്കം ചെയ്യരുത് എന്നുള്ളത്. അങ്ങനെ പറിക്കൽ കറാഹത്താണെന്നൊക്കെ ഫത്തുൽ മുഈനിലൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട് ഇറങ്ങാൻ സാധിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങണം. അത്തരം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കണം. വളരെ പവിത്രമേറിയ ഇത്തരം സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. വളരെ പ്രധാനപ്പെട്ട അറഫ ഉൾപ്പെടെയുള്ള കാര്യമായ ദിവസങ്ങളൊക്കെയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. അതൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ദുൽഹജ്ജയുടെ 10 ദിവസങ്ങൾ വിശുദ്ധ റമളാനിൻ്റെ പകലിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഹദീസുകളൊക്കെ നമുക്ക് കാണാനും സാധിച്ചു. അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകാൻ, വലിയ ഖൈർ നൽകാൻ കാരണമാകും. ഏറ്റവും പവിത്രമേറിയ ദിനങ്ങളാണ്. അള്ളാഹു നമ്മയൊക്കെ അവനിഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.